കൂപ്പുകരങ്ങളോടെ യൽത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ കണ്ട് ഒരുമിച്ച് ജീവിതത്തിൻ്റെ ഏത് വേദനയുടെ, സങ്കടങ്ങളുടെ, സംഘർഷങ്ങളുടെ നടുവിലാണോ മക്കളെ, എൻ്റെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് സ്നേഹത്തോടെ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനത്തിലൂടെ നമ്മൾ കേട്ടു, കഷ്ടതയിൽ, കഷ്ടപ്പാടിൻ്റെ നടുവിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ അവിടുന്ന് കഷ്ടതയുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ രക്ഷിച്ചു, അവരെ വീണ്ടെടുത്തു വന്നു. താരയ്ക്ക് മുമ്പിൽ, ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലായിരിക്കും ഒത്തിരിയേറെ ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും നമ്മുടെ ഒക്കെ ജീവിതത്തിലില്ലേ? എന്തെല്ലാം സങ്കടങ്ങളാ നമ്മുടെ ജീവിതത്തിൽ. ആരുമില്ല എന്നുള്ള തോന്നലുകള് തീരാ ദുഃഖമായി നിന്റെ മനസ്സിലില്ലേ? എന്റെ ജീവിതം ഒരു ജന്മമായി പോയി എന്ന് പലവട്ടം നീ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആർക്കും ഉപകാരമില്ലാത്തൊരു ജീവിതം, ഒന്നിനും കൊള്ളരുതാത്തൊരു ജീവിതം, ഒരു നന്മയില്ലാത്ത ജീവിതം, എന്തിനാ ഇങ്ങനൊരു ജീവിതം ഇന്നലകളിൽ നിന്റെ മനസ്സ് പറഞ്ഞിട്ടില്ലേ? നിന്റെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള സകല പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇരുളടഞ്ഞു പോയില്ലേ? അന്ധകാരത്തിലേക്ക് പോയില്ലേ? നിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ വഴികളിൽ നിന്നും താഴോട്ട് പോയ അനുഭവമല്ലേ നിന്റെ ജീവിതത്തെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്നു? പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് മനുഷ്യ രോഗിയായി നീ തീർന്നിട്ടുണ്ടാകും. നിന്റെയൊക്കെ സങ്കടങ്ങൾ മനസ്സിലില്ലേ? ഒത്തിരി ആഗ്രഹിച്ചതല്ലേ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി? ഒത്തിരി സ്വപ്നം കണ്ടതല്ലേ ഒരു വിശുദ്ധമായ ദാമ്പത്യം? എന്നിട്ട് എവിടെയാ, എപ്പോഴാ നിന്റെ ജീവിതത്തിൽ ഒരു ഇടർച്ചയുണ്ടായി? വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് കുഞ്ഞുനാൾ മുതലേ മോനെ നിന്റെ ഒരു ആഗ്രഹമല്ലായിരുന്നു, സ്വപ്നമല്ലായിരുന്നു? എന്നിട്ട് എവിടെയാ നിന്റെ വഴി തെറ്റിയത്? ഇതൊന്നൊരു ദുഃഖമായി, ക്ലേശമായി, മനസ്സിന്റെ നൊമ്പരമായി, ഭാരമൊക്കെയായി നിന്റെ മനസ്സിൽ കിടപ്പില്ലേ? ഒത്തിരിയേറെ ഞെരുക്കങ്ങള് നിന്റെ അനുദിന ജീവിതത്തിൽ നീ അനുഭവിക്കുന്നില്ല. നീ ആയിരിക്കുന്നിടങ്ങളില്, ജോലി മേഖലകളില്, നിന്റെ കുടുംബത്തിൽ നിന്നും, നിന്റെ മക്കളിൽ നിന്നും, നിന്റെ മാതാപിതാക്കളിൽ നിന്നും, നിന്റെ സമൂഹത്തിൽ നിന്നൊക്കെ പല വിധത്തിലുള്ള ഞെരുക്കങ്ങള് അനുഭവിക്കുന്നില്ലേ? സാമ്പത്തിക മേഖലയിൽ ഒത്തിരി കഷ്ടപ്പാടില്ലേ? എങ്ങനെ അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നില്ലേ? മേടിച്ച കടം തിരിച്ചു കൊടുക്കാൻ പോലും പറ്റണില്ല. ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റണില്ല. കടബാധ്യതയുടെയും ജപ്തി നോട്ടീസിന്റെ ഒക്കെ നടുവിലല്ലേ നിന്റെ ജീവിതം? കഷ്ടതയുടെ നടുവിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. ഞെരുക്കങ്ങളുടെ കാലഘട്ടങ്ങളിൽ അവർ കർത്താവിനെ വിളിച്ചു. വചനം പറയുന്നു, അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അവരെ വിടുവിച്ചു, അവരെ രക്ഷിച്ചു. വചനം കൊണ്ട് വിശ്വസിച്ചേ. നിന്റെ കഷ്ടപ്പാടിലും നിന്റെ രോഗങ്ങളിലും ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഇതാ ഈ അൾത്താരയിലുണ്ട്. വചനമയച്ച് അനേകരെ സുഖപ്പെടുത്തി, വിനാശത്തിൽ നിന്ന് വിട്ടുവീച്ചു. ബന്ധനങ്ങൾ അവിടുന്ന് പൊട്ടിച്ചെറിഞ്ഞു, ചങ്ങലകൾ അവിടുന്ന് തകർത്തു. അന്ധകാരത്തിന്റെ നിഴൽ വീണ അനുഭവങ്ങളിൽ നിന്നും കർത്താവ് കൈപിടിച്ചു. മരണത്തിന്റെ കാലൊച്ച കേൾക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് പോലും തമ്പുരാൻ സൗഖ്യവും വിടുതലും നൽകി. ഇത് അതേ കർത്താവ് അൾത്താരയിലുണ്ടല്ലോ. നിന്റെ സങ്കടങ്ങൾ എന്താ? നിന്റെ കഷ്ടപ്പാട് എന്താ? നിന്റെ വേദന എന്താ? നീ ഈശോടുത്ത് പറഞ്ഞേ. നിന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയത് നിന്റെ സങ്കടങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ? നിന്റെ നൊമ്പരങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ?
ആ കർത്താവിതായി അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ മോനെ വിശ്വസിച്ച് നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും കർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിന്റെ നൊമ്പരങ്ങൾ കർത്താവ് കാണുന്ന സമയമാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് തമ്പുരാനെ നീ എന്നെ സ്പർശിക്കാൻ പറ. കർത്താവേ, ഇതാ എന്റെ കഷ്ടപ്പാടിന്റെ നടുവിൽ നിന്നെ ഞാൻ വിളിക്കുക. എന്റെ ദുഃഖ ദുരിതങ്ങളുടെ നടുവിൽ കർത്താവേ നിന്നെ ഞാൻ വിളിക്കുക. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷിച്ചു എന്നല്ലേ വചനം പറയുന്നത്. മക്കളെ വിശ്വസിക്കുക. നിന്റെ ഞെരുക്കങ്ങളിലേക്ക് തമ്പുരാൻ ഇറങ്ങുക. നിന്റെ രോഗങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരിക. നിന്റെ കഷ്ടപ്പാടിലേക്ക് ദാരിദ്ര്യത്തിലേക്കും തമ്പുരാൻ ഇറങ്ങി വരുന്ന സമയമാണ്. നിന്റെ തകർന്നുപോയ വിശുദ്ധ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ്. നിന്റെ വഴിതെറ്റിപ്പോകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെടുന്ന വിഷയങ്ങളിലേക്കെല്ലാം തമ്പുരാൻ ഇറങ്ങി വരുന്ന സമയമാണ്. നീ വിശ്വസിച്ച് ഏറ്റെടുത്ത് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും അതിരം തുറന്ന് ഹൃദയം തുറന്ന് കർത്താവിനൊന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഈശോയേ ആരാധന ആരാധന. യേശുവേ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. കരങ്ങളടിച്ച് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിച്ചു പാടാം. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ആമേൻ. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. മുട്ടുകുത്താൻ സാധിക്കുന്നവരെല്ലാവരും ഈ നിമിഷം മുട്ടുകുത്തുന്നു. കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്ന സമയമാണ്. കരങ്ങൾ ഈശോയിലേക്ക് തുറന്ന് നീട്ടിപ്പിടിക്കാം. ദിവ്യാനീശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഇതിനകത്തുണ്ട്. നൂറുകണക്കിന് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളാണ്, നിങ്ങളുടെ നിയോഗങ്ങളാണ്, നിങ്ങളുടെ വേദനകളാണ്. തമ്പുരാനെ, ഈ വേദനകളും ഈ സങ്കടങ്ങളെല്ലാം നിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്നു. ആശീർവദിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നൽകുമ്പോൾ കർത്താവേ, എല്ലാ മക്കളുടെ മേലും നിന്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുറന്ന കരങ്ങളുമായി തമ്പുരാന്റെ മുമ്പിൽ നിന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന.
ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ